ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പൊ നമ്മുടെ ഇന്ന് തൊട്ട് ദ ലാസ്റ്റ് ഓഫ് അസ് പാർട്ട് 2 ഗെയിം പ്ലേ ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം ഗൈസ്. അപ്പൊ നമുക്ക് ഈ വീഡിയോ എല്ലാ ഞായറാഴ്ചകളും നമ്മൾ ഇത് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്താ ഈ കഥയെ പറ്റി അറിയാം. ഓക്കെ ഗൈസ്, ഇതിൽ മെയിൻ ആയിട്ട് 3 ക്യാരക്ടേഴ്സ് ആണ് നമുക്ക് ഈ ഗെയിം പ്ലേയിലുള്ളത്. എലിയും ജോയലും ടോമിയും. അപ്പൊ ഇതിൽ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് എലിയാണ് നമ്മുടെ ഗെയിം പ്ലേ ആയിട്ട് കളിക്കുന്ന ക്യാരക്ടർ. അപ്പൊ ഞാൻ എന്തായാലും ദ ലാസ്റ്റ് ഓഫ് അസ് പാർട്ട് 1 ഗെയിം പ്ലേ കളിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് എന്തായാലും ഒരു പുതിയൊരു തുടക്കം പോലെ നമുക്ക് ലാസ്റ്റ് ഓഫ് അസ് പാർട്ട് 2 തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം ഗ്രാഫിക്സും അത്യാവശ്യം കിടിലിനായിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് ഈ ഗെയിമിൽ ഇതായിട്ടുണ്ട്. നമ്മുടെ ഗൂഗിളിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം റേറ്റിംഗ് തന്നെ നമുക്ക് ഈ ഗെയിമിന് തരുന്നുണ്ട്. അപ്പൊ നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് നേരെ ഗെയിമിലേക്ക് പോയാലോ. ഓക്കെ ഗൈസ്, അപ്പോ ദിസ് ഈസ് HTQ ഗെയിമർ, വെൽക്കം ടു അവർ ചാനൽ. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ എലി. അപ്പുറത്തേക്ക് നാട് ജോയൽ ഗൈസ്. അപ്പൊ നമ്മളെ ജോയൽ വന്ന് നമ്മുടെ എലിനെ തട്ടി അവളെ പേടിപ്പിക്കുക. നമ്മള് പാട്ട് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അവള് വിശേഷങ്ങൾ പറയായിരുന്നു ഗൈസ്. അപ്പൊ ഇവരാണ് നമ്മുടെ കഥയിലെ മെയിൻ ക്യാരക്ടർ. മെയിൻ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി എലിയാണ്. എന്നാലും ജോയലും ഒരു മെയിൻ ക്യാരക്ടർ തന്നെയാണ് ഗൈസ്. നമ്മുടെ ലാസ്റ്റ് ഓഫ് അസ് പാർട്ട് 1 മെയിൻ ക്യാരക്ടർ 2 പേരായിരുന്നു. അപ്പൊ നമുക്കത് വിടാം, നമുക്ക് നേരെ കഥയിലേക്ക് പോട്ടെ. ഓക്കെ ഗൈസ്, ഇത് മുന്നത്തെ റീക്യാപ്പാണ് ഈ കാണിക്കുന്നത്. അപ്പൊ ഇവിടെ സംസാരം നമുക്ക് എന്തായാലും കേൾക്കാം. അപ്പൊ ഗൈസ്, നമ്മുടെ എലിക്ക് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ആ ടൈമിൽ സോംബീസ് ഉള്ള ടൈമിലായിരുന്നു. അപ്പൊ ഇവൾക്ക് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ജോയില് ആണ് നമ്മുടെ ഈ എലീനെ രക്ഷപ്പെടുത്തി നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് കൊടുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഇത് മുമ്പത്തെ കഥയാണ്. അപ്പൊ നമുക്ക് 4 വർഷത്തിന് ശേഷമുള്ള കഥ കാണാട്ടെ ഗൈസ്. അപ്പൊ ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ അതേ 4 വർഷത്തിന് ശേഷം നമ്മുടെ എലി അങ്ങനെ വലിയ പെൺകുട്ടിയായിട്ടാ. ഓക്കെ, അവളിപ്പോ ദേ കിടന്നുറങ്ങാണ്. അപ്പൊ പെട്ടെന്ന് ആരോ ദേ കഥകി തട്ടിയിട്ട് വിളിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ആരാന്ന് പോയി നോക്കാം. അപ്പൊ ഈ കഥ എനിക്ക് അങ്ങനെ വലിയ പിടിയില്ല ഗൈസ്. അപ്പൊ നമ്മൾ പുതിയ ക്യാരക്ടറൊക്കെ വരുന്നത് വന്ന് പഠിക്കണല്ലോ. അപ്പൊ നമുക്ക് എന്തായാലും ഡോർ തുറന്ന് നോക്കാം. ഓക്കെ ഗൈസ്, ഇവന്റെ പേര് ജസ് എന്നാണ് ഗൈസ്. ഇവർ രണ്ടൊരു കപ്പിൾസ് ആണ്. അപ്പൊ ഇവരുടെ സംസാരം എന്താന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പൊ ഗൈസ്, നമുക്ക് കേട്ടോ നോക്കിയാലോ. ഓക്കെ ഗൈസ്, ഡീന എന്ന് പറയുന്ന പെൺകുട്ടി അവളെ കിസ് ചെയ്തെന്നാണ് പറയണേ. എന്തൊക്കെയാണ് ഈ കൊച്ച് കേരളല്ല അവരുടെ നാട്ടിൽ നടക്കണേ ഗൈസ്. അപ്പൊ ഇവന്മാരൊക്കെ വേറെ ലെവലാണ് ഗൈസ്. അപ്പൊ ഇവര് പണ്ട് റിലേഷൻഷിപ്പിലായിരുന്നു. അപ്പൊ ഇപ്പൊ ബ്രേക്കപ്പ് ആയിന്ന് തോന്നുന്നു. അപ്പൊ എന്തിന്റെ വിഷയം എന്നറിയില്ല കേട്ടാ. അപ്പൊ ഇവര് ഡീന എന്ന് പറയുന്ന പെൺകുട്ടി അവളെ കിസ് ചെയ്തെന്നൊക്കെ പറയണ്ടേ. നമുക്കിത് സ്റ്റോറി കുറെ ഉണ്ടല്ലോ ഗൈസ്. അപ്പൊ നമുക്ക് എന്തായാലും കേട്ടോക്കാം. സ്റ്റോറി ഇല്ലാണ്ട് എന്ത് ഗെയിം പ്ലേ വെച്ചിട്ട് എന്ത് രസം ഗൈസ്. അപ്പൊ നമുക്ക് എന്തായാലും ഗെയിം പ്ലേ കേട്ട് നോക്കാം. നല്ലൊരു സ്റ്റോറി ആയിരിക്കും. ഓക്കെ ഗൈസ്, നമ്മുടെ ജസ്റ്റ് ഡ്രസ്സ് മാറാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഡെയിലി ദേഷ്യത്തില് നിക്കണ്ട് ഡ്രസ്സ് മാറാൻ പറഞ്ഞപ്പോ. അപ്പൊ ഒരു അടയാളം കടടിച്ച് അവൻ പോയിട്ടാ. അപ്പൊ എന്തിന്റെയൊക്കെ സാധനങ്ങൾ എടുക്കണ്ടേന്ന് അറിയില്ല ഗൈസ്. അപ്പൊ നമുക്ക് എന്തായാലും ഉള്ള സാധനം എടുത്ത് പോവാം. അപ്പൊ അത്യാവശ്യം ഈ ഗെയിം പ്ലേ അത്യാവശ്യം പാടാണ്. അപ്പൊ നമ്മളെന്തായാലും ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഗൈസ്, തോക്കൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ സോംബിയെ കൊല്ലാനാന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് ഇവിടെ ഉള്ള സാധനങ്ങളൊക്കെ എന്തായാലും എടുത്ത് വെക്കാം. അപ്പൊ എന്തോ ബുക്കൊക്കെ ഉണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് എന്തായാലും ബാഗിലാക്കി പോവാട്ടാ. ഗൈസ്, നമ്മള് ബാഗ് അങ്ങനെ പാടി എടുത്തിട്ടുണ്ട്. ഇനി വേറെ എന്തെങ്കിലും എടുക്കാനുണ്ടോന്ന് അറിയില്ല. ഓക്കെ ഗൈസ്, നമുക്ക് നമ്മുടെ ജസ്സിന്റെ അടുത്ത് പോവാം. ഓക്കെ ഗൈസ്, ഇവിടെ ഒരു കത്തിരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും കത്തി എടുത്ത് പോക്കറ്റിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമ്മുടെ അടിയുന്നത് ഷൂ ഒക്കെ എടുത്ത് നമ്മളിതേ ഇടാട്ടാ. അപ്പൊ നമുക്ക് എന്തായാലും ഷൂ ഒക്കെ ഇട്ടിട്ട് നമ്മുടെ ജസ്സിന്റെ അടുത്തേക്ക് പോവാം. ഓക്കെ ഗൈസ്, നമ്മുടെ അതേ ഷൂ ഒക്കെ ഇട്ട് കഴിഞ്ഞു. എന്നിട്ടാണ് ഇവരെ തമ്മിലുള്ള സ്റ്റോറി എന്ന് അറിയില്ല. നമുക്ക് വന്ന് നോക്കാം. എന്തായിരിക്കും, നല്ല രസമായിരിക്കും. ഓക്കെ ഗൈസ്, നമ്മളിത് അങ്ങനെ ഡോർ തുറന്ന് നമ്മുടെ ജസ്സിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോ ഇവിടെ തൊട്ടാന്ന് തോന്നുന്നു ഗൈസ് നമ്മുടെ ഗെയിം പ്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ തൊട്ട് നമ്മുടെ കൺട്രോളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അത്യാവശ്യം റിയലിസ്റ്റിക് ആയിട്ട് തന്നെ നമുക്ക് ഈ ഗെയിം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് നല്ല രസത്തിൽ നമുക്ക് ഈ ഗെയിം കളിക്കാൻ പറ്റും. അത്യാവശ്യം സിനിമാറ്റിക് വ്യൂവിൽ തന്നെയാണ് ഗൈസ് നമുക്ക് ഈ ഗെയിം നമുക്കിവിടെ പ്രൊഡ്യൂസ് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ താങ്ക്സ് ടു ദ ലാസ്റ്റ് ഓഫ് അസ് പാർട്ട് 2. അതിന്റെ അതോറിറ്റീസ് ആരാന്ന് വെച്ചാൽ എനിക്കറിയില്ല. അവർക്കൊക്കെ നന്ദിയുണ്ട്. ഓക്കെ ഗൈസ്, നമ്മുടെ കഥയിലേക്ക് വരാം. അപ്പൊ ഗൈസ്, ആ നേരത്തെ പറഞ്ഞ പെങ്കൊച്ച് ഇവളെയാണ് കിസ് ചെയ്തെന്നാണ് പറയണത് ഗൈസ്. അതായത് എലൈനെ. അപ്പോ അവര് തമ്മിൽ എന്തൊക്കെ കേസ് ഉണ്ട് ഗൈസ്. അപ്പൊ ജോയില് എന്തങ്ങാണ്ട് കണ്ട് എന്തോ പ്രശ്നം ഉണ്ടാക്കിയെന്നാണ് പറഞ്ഞത്. അപ്പൊ ജോയില് ഇത് കണ്ട സഹിക്കില്ലല്ലോ ഗൈസ്. അപ്പൊ രക്ഷിച്ച ആളല്ലേ എലൈനെ. അപ്പൊ അത് കാരണം അവര് തമ്മിൽ എന്തോ ലാസ്റ്റ് നൈറ്റ് എന്തോ ഇടിയുണ്ടായെന്നൊക്കെ പറയണം. അപ്പൊ നമുക്ക് അതിൽ വാല ഓർക്കാം. ഓക്കെ, ലാസ്റ്റ് ടൈമിൽ എന്തോ ഇടിയുണ്ടായെന്നൊക്കെ പറയണേ. അപ്പൊ എന്തായാലും നമുക്കിങ്ങനെ കഥ ഇൻട്രസ്റ്റിംഗ് ആയി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും കഥയിലേക്ക് തന്നെ പോവാം. അപ്പൊ ഗൈസ്, നമ്മുടെ ജസ് ചോദിക്കുന്നുണ്ട് നീ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ അവൻ പറയണത് ഓക്കെയാണ്, ഞാൻ ഓക്കെയാണ്, നീ ഓക്കെയാണ്. അപ്പൊ എന്താ പ്രശ്നം? അപ്പൊ നമുക്ക് ഇങ്ങനെ തന്നെ പോവാം ഗൈസ്. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ ടൗൺ കേട്ടാ. അപ്പൊ പിള്ളേരൊക്കെ ഓടിച്ചാടി കളിക്കുന്നുണ്ട് ഗൈസ്. അത്യാവശ്യം റിയലിസ്റ്റിക് ആയിട്ട് തന്നെ നമുക്ക് ഈ ഗെയിം തന്നിട്ടുണ്ട്. ഓ ഗൈസ്, നല്ല രസമുണ്ട് കേട്ടോ. നല്ല ഒരു പഴയൊരു സിനിമയിലെ കാണുന്നൊക്കെ പോലെ തന്നെ എഫക്റ്റ് നമുക്ക് ഈ സിനിമയിൽ തന്നിട്ടുണ്ട്.
അപ്പൊ അത്യാവശ്യം കിടിലൻ ക്ലാരിറ്റി തന്നെയാണ്. അപ്പൊ നമുക്ക് എന്തായാലും ദേ ഇവിടെ എന്തോ റെസ്റ്റോറന്റ് പോലെ സ്ഥലത്തുണ്ട്. അത് എന്തിട്ടാണ് അപ്പൊ ഗൈസ് ഇവിടേക്ക് തന്നെയാണ് വരേണ്ടത്. ഞാൻ എന്തായാലും ഇത് എന്തിട്ടാണ് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പൊ നമുക്ക് എന്തായാലും തുറന്നു നോക്കാം ഗൈസ്. അപ്പൊ എന്താ ജാമ്പുവാന്റെ എന്താ ഡോറാന്ന് തോന്നുന്നു, നല്ല സൗണ്ട് ഒക്കെ വരുന്നുണ്ട് കേട്ടാ. അപ്പൊ അതേ നമ്മളുടെ ഡോറൊക്കെ തുറന്നതേ ഇവിടെ നിറച്ച ആൾക്കാരാണല്ലോ ഗൈസ്, നിറച്ച് ചുറ്റും ആൾക്കാരാണ്. ഗൈസ് നമ്മുടെ ഇതേ എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. അപ്പൊ ഗൈസ് ഡേ നമുക്ക് ഓക്കെ ഗൈസ്, ഇതാണ് മരിയ എന്ന് പറയുന്ന സാധനം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മരിയ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതാണ് മരിയ എന്ന് പറയുന്ന സാധനം. അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം എന്നിട്ട് ഇവര് പറയണേന്നുള്ളത്. ഓക്കെ ഗൈസ്, ഇന്നലത്തെ പ്രശ്നം തന്നെയാട്ടോ പറയണേ. അപ്പൊ മരിയ ദേ ഇവളുടെ അടുത്ത് സോൾവ് ചെയ്യാൻ വേണ്ടി പറയാണ്. അപ്പൊ അതേ മരിയ സെത്തിനെ വിളിച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഈ കിളവനാണ് ഗൈസ് സെത്ത് എന്ന് പറയുന്ന ആള്. അപ്പൊ ഇന്നലെ ജോയിലായിട്ട് എന്തോ പ്രശ്നം ഉണ്ടായില്ലേ, അപ്പൊ ഇതാണ് സെത്ത് എന്ന് പറയുന്ന ആള്. അപ്പൊ നമ്മുടെ മരിയ ഇവരെ കോംപ്രമൈസ് അടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ സെത്തിനെ വിളിച്ചാണ്. അപ്പൊ അതേ സെത്ത് സോറി ഒക്കെ പറയുന്നുണ്ട്, ഇന്നലത്തെ രാത്രിക്ക് വേണ്ടി ഉണ്ടായതൊക്കെ സോറി എന്ന് പറയുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ അവന്റെ കയ്യിലെന്തോ സാധനമൊക്കെയുണ്ട്. അപ്പൊ ഗൈസ് എന്തിട്ട് നടക്കണേ നോക്കാം. അപ്പൊ അവൻ അത്യാവശ്യം സോറിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നീ എന്തായാലും ഇവിടുന്ന് പോവല്ലേ, അപ്പൊ അത് കാരണം ഈ സാൻഡ്വിച്ച് വെച്ചോ എന്ന് പറയാണ്. അപ്പൊ ഇവള് ചോദിക്കാണ് ഇത് സ്റ്റീക്ക് സാൻഡ്വിച്ച് ആണോ എന്നുള്ളത്. അപ്പൊ അത് മരിയ അത് തമാശ എടുത്ത് കൊടുത്ത് അവൾക്ക് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പൊ മരിയ ഇവിടെ ഇവരെ പ്രശ്നം ഇവിടെ സോൾവ് ആക്കി കഴിഞ്ഞു. അപ്പൊ സേഫ് ആയിട്ട് ഇരിക്കാനാണ് പറയണത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇവര് ഇപ്പൊ ഈ ടൗണിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള സ്കീമിനാന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും അറിയാം. അപ്പോൾ വാ നമുക്ക് പോവാം. അപ്പൊ നമ്മുടെ ദേ സാൻഡ്വിച്ച് നമ്മുടെ ജസ്സിന് കൊടുക്കുന്നുണ്ട്. അപ്പൊ ജസ് ചോദിക്കുന്നുണ്ട് നല്ലതാണോ, നല്ല സ്മെല്ലുണ്ട്, നല്ല സാധനമാണ്, ഞാൻ എടുത്തോട്ടെ എന്നൊക്കെ. അപ്പൊ അവള് പറഞ്ഞു നീ എടുത്തോ ചെറുക്കാന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും എന്ത് ഇഷ്ടപ്പെട്ടിട്ടില്ലാന്ന് തോന്നുന്നു ഗൈസ് ഇന്നലത്തെ രാത്രിത്തെ സംഭവം. അപ്പൊ അതേ മരിയും ജസ്സും എല്ലാവരും കൂടെ നമ്മളിതേ ഒരുമിച്ച് പോവാണ്. മരിയാണ് നമ്മൾ ലീഡ് ചെയ്യണേ. അപ്പോൾ അതേ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വരാണ്. അപ്പൊ നമ്മുടെ ജോയിലും ടോമിയാണ് എല്ലാ ദിവസവും ഇങ്ങനെ പോവാറുള്ളത്. അപ്പൊ നമ്മളെടുത്താണ് ഇനി തൊട്ട് നിങ്ങളാണ് പോകേണ്ടത്, അവർക്ക് ഒരു റെസ്റ്റ് കൊടുക്കണ്ടേന്ന് പറയണേ. അപ്പൊ നമ്മളിത് ഇത്ര വലുതായില്ലേ, ഇനി നിങ്ങളും കാര്യങ്ങൾ പഠിക്കണം എന്നാണ് മരിയ പറയണേ. അപ്പൊ അതേ നമ്മുടെ മരിയ നമ്മളെ കൊണ്ടുപോവാണ്. പറയണ്ടേട്ടാ ഈ സ്ഥലം വായിൽ പേര് കിട്ടണില്ല, ക്രിഞ്ചാസ് അങ്ങനെ എന്തോ ഒരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഗൈസ് നമ്മുടെ ജസ് അടക്കം ഡീനയുടെ കാര്യം എടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഡീനിയും ഉണ്ട് തോന്നുന്നു ഗൈസ്, ഇവളുടെ മറ്റേ കാമുകി ഇന്നലെ രാത്രി ഉമ്മ വെച്ചിട്ടുണ്ടായില്ലേ. അപ്പൊ അതും എന്തോ ഒരു സീനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇതാന്ന് തോന്നുന്നു ഗൈസ് എക്സിറ്റ് എന്ന് തോന്നുന്നു, അല്ല ഇതല്ല. അപ്പൊ അവിടെ എന്തോ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ മരിയയ്ക്ക് ഡീനോട് എന്തോ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ മരിയ പറയുന്നുണ്ട് അത് അവൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. അപ്പൊ മരിയം എലിയായി പറയുന്നുണ്ട് കുഴപ്പമില്ല, എനിക്ക് വിഷമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ മരിയ ഉറപ്പാണോ? അത് ഉറപ്പാണ്. അപ്പൊ നമുക്ക് എന്തായാലും മരിയ ഇത് പറയാണ് കെയർഫുൾ, സുരക്ഷിതമായിട്ട് വന്നോളൂ തിരിച്ച്. അപ്പൊ നമ്മളിതേ പുറത്തേക്ക് പോവാണ് ഗൈസ്. അപ്പൊ ഇതേതാ പെൺകുട്ടി ഗൈസ്? ഗൈസ് ഇതാണ് മറ്റേ ഡീന എന്ന് പറയുന്ന പെൺകുച്ചി, മറ്റേ ഇന്നലെ ലൈനെ കിസ് ചെയ്തില്ലേ, ഇതാണ് ഡീന ഗൈസ്. അപ്പൊ ജസ് എന്തോ പറഞ്ഞിട്ട് പോകുന്നുണ്ട് വിളിച്ചിട്ട്. അപ്പൊ നമ്മുടെ ഡീന പിള്ളേരോടെ കളിക്കാണ് കേട്ടാ, നമ്മുടെ അവിടുത്തെ പിള്ളേരോടെ കളിക്കാണ്. സ്നോ കൊണ്ട് മറ്റേ ബോളെറിഞ്ഞ് കളിക്കില്ലേ, അത് കളിക്കാണ് ഗൈസ്. അപ്പൊ നമ്മുടെ ഡീന വിളിക്കുന്നുണ്ട്. ഗൈസ് നമ്മുടെ ഡീന അടുത്ത് വന്നിട്ടുണ്ട്. ഗൈസ് അവരതേ മൊത്ത ചമ്മല് കണ്ടില്ലേ ഗൈസ്, ഇന്നലെ ഒപ്പിച്ച പണി രണ്ടെണ്ണം കൂടി. ഓക്കെ രണ്ടുപേര് ഒരു ശാസി നാളായിട്ട് രണ്ടുപേർക്ക് കൂടി. അപ്പൊ ഇന്നലെ രാത്രി ഉണ്ടായിന് എല്ലായി സോറി പറയുന്നുണ്ട് കേട്ടാ. അപ്പൊ നമ്മുടെ ഡീന പറയുന്നുണ്ട് കുഴപ്പമില്ല ഇതൊക്കെ ഇതൊക്കെ എന്ത് എന്നുള്ള ഇതില് നമ്മുടെ ഡീന പറയണേ. അപ്പൊ നമുക്ക് എന്തായാലും ബാക്കിയുള്ള ഗൈസ് നമ്മുടെ ഡീനയാണ് ആദ്യം നമ്മുടെ എലൈനെ ഉമ്മ വെച്ചെന്നാണ് പറയണേ ഗൈസ്. അപ്പൊ നമ്മുടെ കഥയിലെ ട്വിസ്റ്റ് ഇപ്പോഴാണ് പറഞ്ഞത്, നമ്മുടെ എലൈ ആകെ ഇതായി പോയി. അപ്പൊ അത് പ്രശ്നം എന്ന് വെച്ചാല് നാട്ടുകാരുടെ മുമ്പിലാണ് ഇതൊക്കെ നടന്നത്, ബാറിൽ വെച്ചാണ് നടന്നത്. അപ്പൊ നാട്ടുകാർ മുമ്പിൽ നടന്ന കാരണം എല്ലാരും ചർച്ചാ വിഷയം ഇപ്പൊ ടൗണിലെ മെയിൻ ചർച്ചാ വിഷയം ഇപ്പൊ രണ്ടുപേരാണ്. അപ്പൊ അത് കാരണം ഭയങ്കര ഇതായിട്ടാണ് ഇവര് നടക്കണത്, ഭയങ്കര ചമ്മലായിട്ട്. അപ്പൊ നാട്ടുകാർ മൊത്തം നമ്മുടെ ചർച്ചാ വിഷയമാണ് നടക്കണേ. അപ്പൊ പിള്ളേര് വരെ ഇവരെ കളിയാക്കുന്നുണ്ട്. അപ്പൊ ഇവർക്ക് ഇഷ്ടപ്പെട്ടുള്ള തോന്നുന്നു. അപ്പൊ നമ്മുടെ ഡീന പറയുന്നത് വാ നമുക്ക് പൊളിക്കാം, അവർക്ക് പണി കൊടുക്കാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ വാ പെട്ടക്കാന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും സ്നോ ബോൾ ഫൈറ്റിന് വേണ്ടി വന്നിട്ടുണ്ട് കേട്ടാ. ഓക്കെ നമ്മള് സ്നോ ബോളൊക്കെ എടുത്തത് എറിഞ്ഞ് അവന്റെ മണ്ടയിൽ തന്നെ എറിഞ്ഞിട്ടുണ്ട്. ഓക്കെ പയ്യന്മാര് നല്ല സ്പീഡിലൊക്കെ പോകണം. ഓക്കെ നമ്മളെ കറക്റ്റ് അവരെ എറിഞ്ഞിട്ടുണ്ട്. അവിടെ മേലെ ഒരു പയ്യനുണ്ട്. ഓക്കെ നമ്മുടെ ഇലയിലെ ഭയങ്കര കളിക്കാരിയായിട്ട് ഗൈസ്. ഓക്കെ ഗൈസ് ഇത്ര അടുത്ത് നിന്നിട്ട് പണ്ടനെ അറിയാറില്ല കേട്ടോ, നമ്മളെന്തായാലും ബോളൊക്കെ എടുത്ത് എറിയുന്നുണ്ട്. ഓക്കെ ഗൈസ് നല്ല രസമുണ്ട് കേട്ടോ സ്നോ ബോൾ ഫൈറ്റ് ഗൈസ്.
അപ്പൊ അത് ഇവിടെ വേറെ കുറെ പിള്ളേരുണ്ട്. ഓക്കെ ഗൈസ്, നമ്മൾ എറിയുന്നതൊക്കെ ചില സമയത്ത് ചീറ്റി പോകുന്നുണ്ട്, എന്തായാലും കുഴപ്പമില്ല. നമ്മളിതേ സ്നോ ഒക്കെ ബോളൊക്കെ ഉണ്ടാക്കി നമ്മളിത് എറിഞ്ഞു ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് പോയിന്റ് കൂടുതലാന്ന് തോന്നുന്നുണ്ട്. ഓക്കെ ഗൈസ്, നമ്മളത് അത് സൂപ്പറായിട്ട് ഇപ്പം നടന്നത്. ഓക്കെ, നമ്മളിതേ ബോളൊക്കെ എടുത്ത് പിന്നാലെ പോവാണ്. നമുക്ക് എന്തായാലും ഗെയിം പ്ലേയിൽ ശ്രദ്ധിക്കാം കേട്ടോ ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളിത് അങ്ങനെ ജയിച്ചു കേട്ടാ. നമ്മളിത് ഇങ്ങനെ ഇവരൊക്കെ തോൽപ്പിച്ചത് നമ്മുടെ ഡീനയ്ക്ക് അങ്ങനെ വലിയ വെല്ലുവിളിയായി. ഓക്കെ ഗൈസ്, പിള്ളേര് നമ്മുടെ ഡീനെ ചാടി പിടിച്ചു കേട്ടാ. അപ്പൊ നമ്മുടെ ഇലയെ പറയാണ്, വാ നമുക്ക് പോണ്ടേ മക്കളെ, പോണ്ടേന്ന്. അപ്പൊ ഗൈസ് നമ്മുടെ ഇലയെ ഓരോരുത്തങ്ങളായിട്ട് എടുത്തെറിയുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ അതേ നമ്മുടെ പിള്ളേർക്ക് ആകെ ഇഷ്ടമായി നമ്മുടെ സ്നോബോൾ ഫൈറ്റ്. നമ്മളിതേ പെട്ടെന്ന് കളി തീർത്തു കേട്ടാ. നമുക്ക് ആകെ 5 നിമിഷം പോലും വേണ്ടി വന്നില്ല, നമ്മളിതേ സ്നോബോൾ ഉണ്ടാക്കി പെട്ടെന്ന് കളി തീർത്തു. അപ്പൊ അതേ നമുക്ക് എന്തായാലും പോവാട്ടോ, നമ്മുടെ ജസ്സിന്റെ അടുത്ത് പോവാം. ജസ് എന്തായാലും അവിടെ ഒറ്റയ്ക്കാണ്. അപ്പോ ഇവര് എന്തോ കുതിരപ്പന്തയ അവിടെ എന്തോ കുതിരകളെ ഇതാക്കണ സ്ഥലമുണ്ട്, അതിന് എന്നിട്ട് പറയാന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയണമെങ്കിൽ എന്തായാലും നമ്മുടെ കമന്റ് ബോക്സിൽ ഇട്ടോളോ. അപ്പോ നമ്മുടെ ഗൈസ് നമ്മുടെ ഡീനെ പറയാണ്, നമുക്കിപ്പോ റിക്രൂട്ട് തന്ന ഈ സ്ഥലം നല്ല സ്ഥലമാന്ന് പറയണേ ഗൈസ്. അപ്പൊ നമ്മുടെ ജോയിലും ടോമിനും ഇത്ര നാൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്നല്ലോ, ഇൻഫെക്റ്റഡ് ആയ ആൾക്കാരെ ഇതാക്കാനുള്ള ഡ്യൂട്ടി അവരുടെ ആയിരുന്നു. അപ്പൊ നമ്മളാണ് ഇനി ആ ഡ്യൂട്ടി ചെയ്യാൻ പോണേ കേസ്. നമുക്ക് ഇതേ ഇവിടെ കുതിരകളെ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്ന് ഏതെങ്കിലും ഒരു കുതിരേനെ സെലക്ട് ചെയ്യാം കേട്ടാ. ഓക്കെ ഗൈസ്, നമുക്കിത് ആ കുതിരേനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിത് അയാളുടെ ആ കുതിരേനെ മേടിച്ചിട്ടുണ്ട് കേട്ടാ. ഓക്കെ ഗൈസ്, നമ്മുടെ വേട്ടത് ഇവിടെ നിന്നിട്ട് തുടങ്ങിയെന്ന് തോന്നിട്ടാ. വേട്ട എന്ന് വെച്ചാൽ അറിയാലോ അവരുടെ ഡ്യൂട്ടി ചെയ്തിട്ടാന്നുള്ളത്. അപ്പൊ നമുക്കിതേ കുതിരേനൊക്കെ കൊണ്ട് പുറത്തേക്ക് പോകട്ടെ. അപ്പൊ അതേ കുതിരേനെ നമ്മുടെ ഷുഗർ എന്നൊക്കെ പേരിടുന്നുണ്ടെന്ന് തോന്നുന്നുട്ടാ. ഷുഗർ അങ്ങനെ എന്തൊക്കെ. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ജസ്റ്റ് തോക്കും പിടിച്ച് നിൽക്കുന്നുണ്ട്, വെടിവെക്കാനാണാവോ. അപ്പൊ നമുക്കടെ ഇലയ്ക്ക് ഒരു തോക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഈ തോക്കിന്റെ പേര് എനിക്ക് അറിയില്ല. അപ്പൊ നമ്മുടെ ഡീനയ്ക്ക് കൊടുക്കണ്ട ഒരു തോക്ക്. ഓക്കെ ഗൈസ്, ടിസ്റ്റ് എനിക്ക് തെറ്റുപറ്റി പോയി ഗൈസ്. നമ്മുടെ ഡീനയും ജസ്സാണ് കപ്പിൾസ് ആയിട്ടുള്ളത്, നമ്മുടെ എലയും ജസ്സായിട്ടല്ല. അപ്പൊ അങ്ങനെയാണ് ആ കഥ വന്നിരുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലാവാത്ത കാരണമാണ് കഥ ഇങ്ങനെയായി. അപ്പൊ നമ്മുടെ ജസ്സാണ് തോന്നുന്നു ഗൈസ് നമ്മുടെ ലീഡർ. അപ്പൊ നമ്മുടെ ജസ് കുറെ ഇൻസ്ട്രക്ഷൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും നമ്മുടെ ഈ ലോഗ് ബുക്കില് പോയിന്റുകളൊക്കെ മാപ്പൊക്കെ നോട്ട് ചെയ്തോളോ. അപ്പൊ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ തോന്നാണെങ്കിൽ തന്നെ നമ്മുടെ ഈ സ്ഥലത്തേക്ക് തിരിച്ചു വരാനാണ് ഗൈസ് നമ്മുടെ അടുത്ത് നമ്മുടെ ജസ് പറയണേ. അപ്പൊ എല്ലാവരോടും കെയർഫുൾ ആയിട്ട് നിന്നോളോ. അപ്പൊ നമ്മുടെ ഇല നമ്മുടെ കുതിരയുടെ മണ്ടയിൽ കയറിയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി എന്തായാലും അടുത്ത വീഡിയോയിൽ വരാട്ടെ, അടുത്ത കഥയായിട്ട്. അപ്പൊ നമ്മുടെ ഈ വീഡിയോ വിളിച്ച് നിർത്താണ്. അപ്പൊ ഇവര് നമ്മുടെ വേട്ടയ്ക്ക് പോകാൻ പോവാണ് ഗൈസ്. അപ്പൊ നല്ലൊരു അടിപൊളി സ്നോ കാണിച്ചുകൊണ്ട് വീഡിയോ നിർത്താണ്. ഓക്കെ ദെൻ, ബൈ ബൈ.